പ്രോബബിലിറ്റി. പുതിയൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയെ കുറിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് 11ാം ക്ലാസ്സിൽ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റിയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്? റാൻഡം എക്സ്പെരിമെന്റ്സ്, സാധാരണ എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷണങ്ങൾ. റാൻഡം എക്സ്പെരിമെന്റ്സിന് കുറച്ച് വ്യത്യാസമുണ്ട്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ 1-2 കണ്ടീഷനും കൂടെ ഉണ്ട്. ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം. ഒന്നിൽ കൂടുതൽ പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദി ഔട്ട്കം ഇൻ അഡ്വാൻസ്. ഈ ഔട്ട്കം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതായിരിക്കണം. അത് റിസൾട്ട് ഇന്നതാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. ഈ 2 കണ്ടീഷൻ വേണം. പോസിബിൾ ഔട്ട്കം ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ അവിടെ പറയാൻ പറ്റും. ഉറപ്പായിട്ട് സംഭവിക്കുമെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റിയുടെ ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഔട്ട്കം മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തതായിരിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഈ 2 കണ്ടീഷൻ അവിടെയുണ്ട്. അതിലും ഔട്ട്കംസ് എന്ന് പറയുന്ന ഹെഡും ടെയിലും. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ആണ് ഹെഡും ടെയിലും. 2 ഔട്ട്കം ആണുള്ളത്. ഹെഡ് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരുമോ ടെയിൽ വരുമോ എന്ന് മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് റാൻഡം എക്സ്പെരിമെന്റ് ആണെന്ന് പറയാം. ഈ ത്രോയിങ് എ ഡൈ, ഇതാണ് ഡൈ. ഡൈയിൽ നമുക്ക് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിരിക്കും. അതിൽ ടോപ്പിൽ വരുന്നതാണ് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈ എന്നാണ് അതിനെ പറയുന്നത്. പ്ലൂറലില് ഡൈസ് എന്ന് പറയും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഡൈസ് എന്ന് പറയും. അപ്പോൾ ഇത് ത്രോ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 ഔട്ട്കം ആണുള്ളത്. റിസൾട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതും റാൻഡം എക്സ്പെരിമെന്റ്. ഇനി ഡ്രോയിങ് എ കാർഡ് ഫ്രം ഡെക്ക്. നമ്മളെ കാർഡ്സിനെ കുറിച്ച് വേറൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു, പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ. അത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാർഡ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെയും കാർഡ്സ് നമ്മൾ ഒരു ഡെക്കിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഏത് കാർഡാണ് കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അത് നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് ആണെന്ന് പറയാം. ഇനി ഡ്രോയിങ് എ മാർബിൾ ഫ്രം എ ബാഗ്. ഒരു ബാഗിനകത്ത് നിന്ന് ഒരു നമുക്ക് നോക്കാതെ ഒരു ബോളോ അല്ലെങ്കിൽ മാർബിളോ എന്തെങ്കിലും ചൂസ് ചെയ്തത്. ഇതൊക്കെ റാൻഡം എക്സ്പെരിമെന്റ്സിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് കാണുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഔട്ട്കം, നമ്മൾ കുറച്ച് മുന്നേ ഔട്ട്കം എന്ന് പറഞ്ഞു. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പോസിബിൾ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റ് ആണ്. പോസിബിൾ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ 6. ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ 6 വരുന്നത് ഒരു ഔട്ട്കം ആണ്. ഇത് മാത്രമല്ല, ഇനി 5 വരുന്നെങ്കിൽ 5 വരുന്നത് വേറൊരു ഔട്ട്കം ആണ്. 4 വരുന്നത് വേറൊരു ഔട്ട്കം. അങ്ങനെ നമുക്ക് പോസിബിൾ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം എന്നുള്ള വാക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പോസിബിൾ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഇനി വേറൊരു വാക്കാണ് സാമ്പിൾ സ്പേസ്. എപ്പോഴും പ്രോബബിലിറ്റിയിൽ കേൾക്കുന്നതാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റില് എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും കൂടെ ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സെറ്റ് തിയറി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, സെറ്റ്. അപ്പൊ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സെറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. സെറ്റ് തിയറി നമുക്ക് ഫുൾ ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ റാൻഡം എക്സ്പെരിമെന്റ്. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ കോയിൻ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് ആയിട്ട് നമുക്ക് വരുന്ന ഏതൊക്കെയാണ്? ഹെഡും ടെയിലും സാമ്പിൾ സ്പേസ് ആയിട്ട് നമുക്ക് സെറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സാമ്പിൾ സ്പേസിന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് എസ് എന്ന് എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ എസ് എന്നാണ് സാമ്പിൾ സ്പേസിന് എഴുതുന്നത്. എസ്.
റെപ്രസെന്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോ ഇതില് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഹെഡും ടൈലുമാണ്. അത് നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് എഴുതി കാണിക്കാം, സെറ്റിനകത്ത് കാണിക്കും. ഇതാണ് സാമ്പിൾ സ്പേസ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് ഇതാണ്. ദി സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ ഡൈ. ഒരു ഡൈ ടോൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ്. അപ്പം സെറ്റ് ഓഫ് 1, 2, 3, 4, 5, 6 വരെയുള്ള നമ്പേഴ്സ്. അതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. അതായത് പോസിബിൾ ഔട്ട്കംസ് എല്ലാം നമ്മൾ എഴുതണം. കോയിനകത്ത് ഹെഡും ടൈലും മാത്രമേ വരുള്ളൂ. ഹെഡും ടൈലും ഫുൾ പോസിബിൾ ഔട്ട്കം അത് മാത്രമേ ഉള്ളൂ. ഡൈ എടുക്കുമ്പോൾ 1 മുതൽ 6 വരെ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. പോസിബിൾ ഔട്ട്കംസിന് എല്ലാം നമ്മൾ സെറ്റായിട്ട് എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. ഇനി ഈവന്റ്. ഇനി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈവന്റ്. ഈവന്റ് 1 or more outcomes of an experiment. ഔട്ട്കം തന്നെയാണ് ഈവന്റ്, പക്ഷെ 1 വരാം, കൂടുതലും വരാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈവന്റ് ജസ്റ്റ് 1 ഔട്ട്കം വരുന്ന എക്സാമ്പിൾ ഗെറ്റിംഗ് എ ടെയിൽ വെൻ ടോസിങ് എ കോയിൻ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ വരുന്ന ഒരു ഈവന്റ് ആണ്. ഡൈയുടെ കാര്യം പറയുമ്പോൾ 5 വരുന്ന ഒരു ഈവന്റ് ആണ്, 6 വരുന്ന ഈവന്റ് ആണ്. അത് 1 വരുന്നത് ജസ്റ്റ് 1 ഔട്ട്കം വരുന്നത്, അത് ഈവന്റ് ആയിട്ട് പറയാം. ഇനി ഇവന്റ് ക്യാൻ ഇൻക്ലൂഡ് മോർ ദാൻ 1 ഔട്ട്കം. 1 കൂടുതൽ വരുന്നതും നമുക്ക് ഈവന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ചൂസിങ് എ കിങ് ഫ്രം ഡെക്ക് ഓഫ് കാർഡ്സ്. അപ്പൊ കിങ് നമ്മൾ എത്ര ഉണ്ടെന്ന് പഠിച്ചു? കാർഡ്സിൽ പെർമുട്ടേഷനിൽ പഠിച്ചു. കാർഡ്സിൽ 4 കിങ്സ് ആണുള്ളത്. അപ്പോ ഒരു കിങ് ആണ് നമ്മൾ പറയുന്നത് ചൂസിങ് എ കിങ് ഫ്രം ഡെക്ക് ഓഫ് കാർഡ്സ്. അപ്പൊ അതിൽ 4 കിങ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഈവന്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി റോളിംഗ് ആൻ ഈവൻ നമ്പർ 2 or 6. ഡൈ ത്രോൺ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെ ഉണ്ട്. അതിൽ ഈവൻ നമ്പർ വരുന്നത് ഏതൊക്കെയാണ്? 2, 4, 6 ആണ്. അപ്പൊ 3 നമ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ 2, 4, 6 നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് എഴുതാം. 2, 4, 6 ഇതൊരു ഈവന്റ് ആണ്. ഇതൊരു ഈവന്റ് എന്ന് പറയാം. അപ്പൊ യഥാർത്ഥത്തില് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഇതാണ് സാമ്പിൾ സ്പേസ്. ഇതിൽ 2, 4, 6 മാത്രം നമ്മൾ എഴുതി. 2, 4, 6 അതിനാണ് നമ്മൾ ഒരു ഈവന്റ് ആയിട്ട് എ എന്നോ ബി എന്നോ എന്തെങ്കിലും പേര് കൊടുക്കും, ഒരു ഈവന്റ് ആയിട്ട് എഴുതി. അപ്പൊ ഈവന്റ് നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള എത്ര ഈവന്റ് ആണ് എഴുതുന്നത്. യഥാർത്ഥത്തില് ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. എസ് എന്നുള്ള സാമ്പിൾ സ്പേസ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഈവന്റ് ആയിട്ട് വരുന്നത്. സബ്സെറ്റ് ആണ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഈവന്റ്. സബ്സെറ്റിനെ കുറിച്ച് നമ്മൾ സെറ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ട ഫോർമുല അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് an event, number of ways it can happen divided by total number of outcomes. ആണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കാം. The chances of rolling a 4 with ഡൈ ത്രോൺ ചെയ്യുമ്പോൾ 4 വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോ ഇതില് 4 എന്ന് പറയുന്ന നമ്പർ വരാനുള്ള ഒരു പ്രാവശ്യമാണ് വരുന്നത്. there is only one phase of with 4 ഒരെണ്ണല്ലേ ഉള്ളൂ. ഡൈയിൽ ഒരു 4 മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ 1 പോസിബിൾ വേസ് ആണുള്ളത്. ടോട്ടൽ നമുക്കറിയാം 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഔട്ട്കംസ് 6 ആണ്. ഇപ്പൊ പ്രോബബിലിറ്റി പറയുമ്പോൾ നമുക്ക് പറയാം 1/6 ആണ് പ്രോബബിലിറ്റി. അതായത് നമ്പർ ഓഫ് വേസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ അത് 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. അതായത് ഡൈയില് 1 to 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. 6 ഏതെങ്കിലും ഒരെണ്ണമാണ് വരുന്നത്. 4 വരേണ്ട പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 4 ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് 1/6. ഇനി 2 വരേണ്ട പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 2 ഒരു പ്രാവശ്യമേ ഉള്ളൂ. എങ്കിൽ 1/6 തന്നെയാണ്. 3 വരേണ്ടതും 1/6. ഇനി കോയിന്റെ കേസിലാണ് പറയുമ്പോൾ, കോയിന്റെ കേസിലാണെങ്കിൽ നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ചും ടിയും ആണ്. 2 എണ്ണേ ഉള്ളൂ. ഇതിൽ ഹെഡ് വരേണ്ട പ്രോബബിലിറ്റി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇങ്ങനെ എഴുതാം.
എന്ന് പറയുന്നത് ഹെഡ് ഒരെണ്ണല്ലേ ഉള്ളൂ, ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 2 ആണ് 1/2. അതായത് ഹാഫ് ചാൻസ് 1/2. ഹാഫ് ചാൻസ് 50%. പെർസെൻറ്റേജിലാകുമ്പോൾ 50%. പകുതി ചാൻസ് ഹെഡ് വരെ. ടെയിൽ കണ്ടുപിടിക്കുമ്പോൾ 1/2, അതും 50% ആണ്. അത്രയും ചാൻസ് ആണ് ഉള്ളത്. ഈ പ്രോബബിലിറ്റി ലൈൻ ഇത് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും 0ക്കും 1ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ, ഇൻക്ലൂഡിങ് 0 and 1. 0 to 1 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ പ്രോബബിലിറ്റിയിൽ വരുള്ളൂ. ഇനി പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴെങ്കിലും 0 കിട്ടുക, അതിന്റെ അർത്ഥം ഇമ്പോസിബിൾ ഈവന്റ് എന്നാണ്. ഒരിക്കലും ആ ഈവന്റ് നടക്കില്ല, അതാണ് പ്രോബബിലിറ്റി 0യെ കാണിക്കുന്നത്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എപ്പോഴെങ്കിലും 1 കിട്ടിയാൽ അത് നമ്മൾ സേർട്ടൺ ഈവന്റ് എന്ന് പറയും. സേർട്ടൺ ഈവന്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിക്കുന്നതാണ്. ഷുവർ ഈവന്റ് എന്ന് പറയാം. വേറെ രീതിയിൽ ഷുവർ ഈവന്റ് എന്ന് പറയാം. ഉറപ്പായിട്ട് സംഭവിക്കുന്നതാണ് പ്രോബബിലിറ്റി 1. ബാക്കിയെല്ലാം 0ക്കും 1ന്റെ ഇടയ്ക്ക് മാത്രമേ വരൂ. ഇനി കറക്റ്റ് ഈവൻ ചാൻസ് ഒക്കെ വരുന്ന 1 നേരത്തെ 1/2 കണ്ടുപിടിച്ചു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരേണ്ട പ്രോബബിലിറ്റി 1/2. അപ്പൊ 0ക്കും 1ന്റെ കറക്റ്റ് നടുക്ക് വരും 1/2. ബാക്കിയുള്ളതൊക്കെ ഇവിടെ 1/6. ഡൈയുടെ കേസ് ഒക്കെ 1/6, അതും 0ക്കും 1ന്റെ ഇടയ്ക്ക് തന്നെ വരുന്നു. ഇനി 4/5 ബോൾസിന്റെ കേസ്. ബാക്കി എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലും ഈ 0ക്കും 1ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. 0ക്കും 1ന്റെ ഇടയ്ക്ക് എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ട് അത് എപ്പോഴും പറയുന്ന കാര്യം തന്നെ. 0ക്കും 1ന്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അത്രയും നമ്പേഴ്സ് നമുക്ക് പ്രോബബിലിറ്റിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 0ക്കാലും ചെറുതാവാൻ പാടില്ല, നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല, അതാണ് 0ക്കാലും ചെറുത്. 1നെക്കാളും വലുത് വരാനും പാടില്ല. ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രോബബിലിറ്റി ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കാം. സാമ്പിൾ സ്പേസ് എസ് ഒമേഗ ഉണ്ടെന്നാണ്. എസ് ഈക്വൽ ω1, ω2, etc. ω6, which is the following assignments of probabilities to each outcome are valid. ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് വാലിഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് വാലിഡ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. ഒരു ω1 1/6, ഇത് 1/6, അങ്ങനെ 6 പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. 1/6 ആണല്ല. സാമ്പിൾ സ്പേസ് ω1, ω2 അങ്ങനെ. അപ്പൊ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ പ്രോബബിലിറ്റീസ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. നമ്മളിങ്ങനെ എഴുതാം, സിഗ്മ pi equal to 1. സം ഓഫ് പ്രോബബിലിറ്റീസ് എപ്പോഴും 1 ആയിരിക്കും. ഓരോന്നും പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞു 0ക്കും 1ന്റെ ഇടയ്ക്ക് ആയിരിക്കണം. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളിവിടെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 6/6 1 വന്നു. ഓക്കെ, അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 0ക്കും 1ന്റെ ഇടയ്ക്കാണോ നോക്കാം. 1/6 0ക്കും 1ന്റെ ഇടയ്ക്കാണ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ഇത് പ്രോബബിലിറ്റി ആണ്, അസൈൻമെന്റ് ഓഫ് പ്രോബബിലിറ്റി ആണ്, വാലിഡ് ആണെന്ന് നമുക്ക് എഴുതാം. വാലിഡ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ 1/8, 2/3 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം വാലിഡ് അല്ല. കാരണം ഇവിടെ 2 ഇവന്റ് തന്നിട്ടുണ്ട്, 2 ഔട്ട്കംസ് നെഗറ്റീവ് ആണ്. നേരത്തെ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് ഈവന്റ് കനോട്ട് ബി നെഗറ്റീവ് വരാൻ പാടില്ല. കാരണം പ്രോബബിലിറ്റി എപ്പോഴും 0ക്കും 1ന്റെ ഇടയ്ക്ക് മാത്രമേ വരൂ. നെഗറ്റീവ് നമ്പർ വന്നാൽ പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി സൂചിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് നോട്ട് വാലിഡ് എന്ന് നമുക്ക് പറയാം. അവിടെ വെച്ച് തന്നെ പറയാം. നമ്മൾ ഇതിന് കൂട്ടി ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ നമുക്കത് നോട്ട് വാലിഡ് എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു അസൈൻമെന്റ് 1/12 അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് പ്രോബബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പൊ പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഓക്കെ 0ക്കും 1ന്റെ ഇടയ്ക്കാണ്. ഇവിടെ ഒരു 3/2 കിടപ്പുണ്ട്.
3/2 നമുക്കറിയാം. 3യുടെ പകുതി എത്രയാണ്? 1.5. 1നേക്കാളും വലുതാണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും വരാൻ പാടില്ല. അപ്പോ ദിസ് അസൈൻമെന്റ് ഓഫ് പ്രോബബിലിറ്റി ഈസ് നോട്ട് വാലിഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രോബബിലിറ്റീസ് 0ക്ക് 1ന്റെ ഇടയ്ക്കായിരിക്കണം, സമ്മ് 1 ആയിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ പറയാം, ഈ 3/2 മാത്രം പോസിബിൾ അല്ല, അതുകൊണ്ട് നമുക്ക് നോട്ട് വാലിഡ് എന്ന് പറയാം. വേറൊരു ക്വസ്റ്റ്യൻ 0.1, 0.2 അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ നമ്മളിത് സം എടുത്ത് നോക്കിയപ്പോൾ 2.1 ആണ് വന്നത്. 2.1 വന്നാലും പറ്റില്ല, 1 വരാവും. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. സം ഓഫ് പ്രോബബിലിറ്റീസ് 1 ആയിരിക്കണം. 2.1 വന്നതുകൊണ്ട് നമുക്ക് നോട്ട് വാലിഡ് എന്ന് പറയാം. ദിസ് അസൈൻമെന്റ് ഓഫ് പ്രോബബിലിറ്റി ഈസ് നോട്ട് വാലിഡ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം, നെഗറ്റീവ്സ് ഒന്നും വരാൻ പാടില്ല, നമ്പേഴ്സ് ഒക്കെ 0ക്ക് 1ന്റെ ഇടയ്ക്കായിരിക്കണം. ഇത്രയും കാര്യം ഓർത്തിരിക്കും. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. സാമ്പിൾ സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. സെറ്റിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. സാമ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് സാമ്പിൾ സ്പേസ്. ഇപ്പൊ അകത്തുള്ളത്, സാമ്പിൾ സ്പേസിനകത്തുള്ള ഇപ്പൊ എച്ചും ടിയും ആണെങ്കിൽ ഇത് ഓരോന്നിനെ നമ്മൾ സാമ്പിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. എച്ച് സാമ്പിൾ പോയിന്റ്, ടി സാമ്പിൾ പോയിന്റ്. ഈവന്റ് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞു, സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഇമ്പോസിബിൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ് ആണ് ഇമ്പോസിബിൾ ഈവന്റ്, അവിടെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഷുവർ ഈവന്റും പറഞ്ഞു, പ്രോബബിലിറ്റി 1 ആയിരിക്കും. പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞാൽ ഓൾ സാമ്പിൾ സ്പേസും വരും, സാമ്പിൾ സ്പേസിലെല്ലാം വരും, അവിടെ പ്രോബബിലിറ്റി 1 കിട്ടും. അതാണ് ഷുവർ ഈവന്റ്. ഇനി കോംപ്ലിമെന്ററി ഈവന്റ് ഉണ്ട്. കോംപ്ലിമെന്ററി ഈവന്റ് നമ്മൾ നോട്ട് എന്നാണ് പറയുന്നത്, നോട്ട് ഈവന്റ്. അത് നമ്മൾ റീസണിങ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നോട്ട് സെറ്റ് തിയറിയിലും കണക്ട് ചെയ്താണ് പറയുന്നത്. നോട്ട് നമ്മൾ എ കോംപ്ലിമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോട്ട് വരുമ്പോൾ എ കോംപ്ലിമെന്റ്, സാധാരണ എസ് മൈനസ് എ എന്നാണ് പറയുന്നത്. സെറ്റ് തിയറിയിൽ നമ്മൾ എ കോംപ്ലിമെന്റ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. എ കോംപ്ലിമെന്റിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? യു മൈനസ് എ. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, യു മൈനസ് എ. ഇവിടെ നമ്മൾ എസ് മൈനസ് എ എന്ന് പറയും. എസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. സാമ്പിൾ സ്പേസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇവിടുത്തെ ഡെഫിനിഷനിൽ നമ്മൾ യുവിന് പകരം എസ് ആണ് ഉപയോഗിക്കേണ്ടത്, എസ് മൈനസ് എ. ഇനി ഈവന്റ് എ ഓർ ബി. എ ഓർ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യൂണിയൻ കണ്ടുപിടിച്ചാൽ മതി. എ യൂണിയൻ ബി. യൂണിയൻ കാണാൻ നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചത് തന്നെയാണ്. യൂണിയൻ എയുടെയും ബിയുടെയും എലമെന്റ്സ് എല്ലാം ഒരുമിച്ച് എഴുതുക. എ ആൻഡ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഇന്റർസെക്ഷൻ കാണാൻ പറഞ്ഞാൽ രണ്ട് സെറ്റിന്റെയും കോമൺ എലമെന്റ്സിനാണ് ഇന്റർസെക്ഷൻ. രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഏതൊക്കെയുണ്ടോ ഇന്റർസെക്ഷൻ. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി എ ആൻഡ് നോട്ട് ബി, അതായത് എ മൈനസ് ബി, എ നിന്ന് ബി മൈനസ് ചെയ്യുന്നത്, അത് പഠിച്ചതാണ്. ഇനി രണ്ട് കാര്യങ്ങൾ ഓർക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റും എക്സോസ്റ്റീവ് ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആയിരിക്കും. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. അത് ഓർത്തിരിക്കുക. രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. സെറ്റ് തിയറിയിൽ ഇതേ കാര്യം ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സെറ്റ് തിയറിയിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എ ഇതാണ്, ഇത് ബി. എക്കും ബിക്ക് ഇന്റർസെക്ഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് രണ്ടും പരസ്പര ബന്ധം കാണില്ല, ഡിസ്ജോയിന്റ് ആയിട്ടിരിക്കും. ഇത് എവിടെയാണ് ഇന്റർസെക്ഷൻ നൾ സെറ്റ് വരുന്നത്. അല്ല ഇന്റർസെക്ഷൻ ഉള്ള സെറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചത് ഇങ്ങനെയാണ്, രണ്ട് ഇന്റർസെക്ഷനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇത് ഇന്റർസെക്ഷൻ നൾ സെറ്റ് അല്ല ഇതില്. അപ്പൊ ഇതില് ഇങ്ങനെയാണ് വരുന്നത്, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. സെറ്റ് തിയറിയിൽ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പഠിച്ച കാര്യം നമ്മൾ പ്രോബബിലിറ്റിയിൽ വേറൊരു പേര് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. അപ്പൊ അവിടെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ആ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കും. ഇനി പുതിയ വാക്കും കൂടെ പഠിക്കും. എക്സോസ്റ്റീവ് ഇവന്റ്സ്, എക്സോസ്റ്റീവ് ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവന്റുകളുടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് തന്നെ കിട്ടണം.
തന്നിരിക്കുന്ന ഈവന്റുകളുടെ യൂണിയൻ എടുക്കണം. യൂണിയൻ എടുക്കുമ്പോൾ തിരിച്ച് സാമ്പിൾ സ്പേസ് തന്നെ കിട്ടിയാൽ അവ എക്സോസ്റ്റ് ഈവന്റ്സ് എന്ന് പറയും. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടുന്നതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. അത് ഇവിടെ ഒരിക്കൽ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. മ്യൂച്വൽ എക്സ്ക്ലൂസീവിന്റെയാണ് ഇവിടെ എഴുതിക്കുന്നത്. യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. ഈക്വൽ ടു, അതാണ് E1 യൂണിയൻ, E2 യൂണിയൻ എക്സെട്ര യൂണിയൻ EN, ഈവന്റുകളുടെ യൂണിയൻ ഈക്വൽ ടു എസ് സാമ്പിൾ സ്പേസ്. അതിനാണ് നമ്മൾ എക്സോസ്റ്റീവ് ഈവന്റ് എന്ന് പറയുന്നത്. അതിന് പ്രോബ്ലം അങ്ങോട്ട് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പൊ ഈ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക: മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആൻഡ് എക്സോസ്റ്റീവ് ഈവന്റ്സ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു പ്രോബ്ലം. 2 coins, രണ്ട് കോയിൻസ് ആണ്, 1 rupee coin and 2 rupee coin, tossed once. Find the sample space. 2 coin toss ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ചിലപ്പോൾ ഹെഡ് ആവാം, രണ്ടാമത്തെ ഹെഡ് തന്നെ വരാം. ആദ്യത്തെ കോയിൻ ഹെഡ് വരാം, രണ്ടാമത്തെ ടെയിൽ വരാം, ആദ്യത്തെ ടെയിൽ വരാം, രണ്ടാമത്തെ ഹെഡ് വരാം, പിന്നെ രണ്ടും ടെയിൽ വരാം. ഇത്രയും പോസിബിലിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. ഹെഡിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്, ടെയിലിനെ T എന്ന് പറയും. അപ്പൊ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് എഴുതുന്നത്, സെറ്റിന്റെ രൂപത്തിൽ. സെറ്റ് ഓർഡേഡ് പെയർ ആയിട്ടാണ് എഴുതുന്നത്. സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ HH, രണ്ട് H വരുന്നത്, രണ്ട് ഹെഡ് വരാം, ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ടെയിൽ വരാം, പിന്നെ ഒരു ടെയിലും ഹെഡ് വരാം, പിന്നെ രണ്ടും ടെയിൽ വരാം. അങ്ങനെ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. ഇതാണ് സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ വേറൊരു ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് റോൾഡ്. ഡൈ നമുക്കറിയാം 6 ഫേസ് ഉള്ളതാണ്. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഈവന്റ് എന്ന് പറയുന്നത് ഡൈ ഷോസ് 4. വേറെ F എന്ന് പറയുന്ന ഒരു ഈവന്റ് പറയുന്നത് ഡൈ ഷോസ് ഈവൻ നമ്പർ. എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ E and F ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. EF മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഡൈ റോൾ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് നമുക്കറിയാം 1 to 6 വരെയുള്ള നമ്പേഴ്സ് ആണ്. 1 2 3 4 5 6. അത് സെറ്റിനകത്ത് എഴുതുക, അതാണ് സാമ്പിൾ സ്പേസ്. ഇതിൽ E എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കുക, ഡൈ ഷോസ് 4 മാത്രം കാണിക്കുന്നു, അതാണ് E. അപ്പൊ നമ്മൾ സെറ്റ് 4 എന്ന് എഴുതുക, E ഈക്വൽ ടു സെറ്റ് 4. F എന്ന് പറയുന്നത് ഡൈ ഷോസ് നമ്പർ ഓഫ് പോസിബിൾ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ഏതൊക്കെയാണ് ഇതില്? സാമ്പിൾ സ്പേസിൽ ഈവൻ നമ്പർ ഏതൊക്കെ? 2 4 6. ഡൈയിൽ ഈവൻ നമ്പർ ആയിട്ട് വരുന്നത്, ഇരട്ട സംഖ്യകളായിട്ട് വരുന്ന 2 4 6. അത് നമ്മൾ വേറൊരു സെറ്റ് ആയിട്ട് എഴുതും, അതാണ് F. ഇപ്പൊ ഇയും കണ്ടുപിടിച്ചു, എഫും കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിലുള്ളതനുസരിച്ച് എഴുതുക. E എന്ന് പറയുന്നത് 4 വരുന്നത്, അത് 4 മാത്രമേ ഉള്ളൂ. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2ഉം 4ഉം 6ഉം വരുന്നത്, 3 ഔട്ട്കം. അപ്പൊ 2 ഈവന്റുകൾ കിട്ടി, ഇയും എഫും കിട്ടി. ഇനി നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോക്കാം. നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡെഫിനിഷൻ പഠിച്ചു. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് വരണം. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റർസെക്ഷൻ എടുത്ത് നോക്കാം. ഈ ഇന്റർസെക്ഷൻ F എടുക്കുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ. ഈ ഇന്റർസെക്ഷൻ F ഇങ്ങനെ എഴുതുന്നത് സെറ്റ് ഓഫ് രണ്ട് സെറ്റ് എടുക്കുക. ഇത് 2 സെറ്റ്. ഇതിൽ രണ്ടിൽ കോമൺ എലമെന്റ് ഉണ്ടാകുന്ന നോക്കുക. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ കോമൺ എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്റർസെക്ഷനിൽ 4 എന്ന് എഴുതണം. ഇതാണ് ഇന്റർസെക്ഷൻ. വളരെ എളുപ്പമാണ്. അപ്പൊ 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇന്റർസെക്ഷൻ നമുക്ക് 4 കിട്ടിക്കഴിഞ്ഞു. 4 കിട്ടിയാൽ നമുക്ക് 5 എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ലേ, ഒന്നും ഇല്ലാത്തതാണ് 5 എന്ന് പറയുന്നത്. നൾ സെറ്റ് ആണ് 5. ഇപ്പൊ നോട്ട് ഈക്വൽ ടു 5 ആണ്. ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ E and F ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് കിട്ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. ഇന്റർസെക്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ചാപ്റ്റർ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിക്കാം. വേറെ ക്വസ്റ്റ്യൻ. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. 3 times ആണ്. ഇനി ഈവന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന ഈവന്റ് ഇതാണ്, നോ ഹെഡ് അപ്പിയേഴ്സ്. അപ്പൊ ഏത് 3 ടൈംസിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് ആദ്യം കണ്ടുപിടിക്കാം. സാമ്പിൾ സ്പേസ് ഏതൊക്കെ വരാം? 3 ഹെഡ് വരാം,
രണ്ട് ഹെഡ് ഒരു ടെയിലും വരാം. ആദ്യത്തെ ഹെഡ്, രണ്ടാമത്തെ ടെയില്, മൂന്നാമത്തെ ഹെഡ് വരാം. ഇനി ടി എച്ച് എച്ച് വരാം, എച്ച് ടി ടി വരാം, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി. അങ്ങനെ ഇത്രയും പോസിബിൾ ഔട്ട്കംസ് ആണ് നമ്മൾ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ളത്. അത് നമ്മൾ കണ്ടുപിടിക്കാം. ഇനി ആദ്യത്തെ ഈവന്റ് സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നോ ഹെഡ് അപ്പിയർ, ഒരു ഹെഡും ഇല്ലാത്ത ആരാണ്? ഇത് മാത്രമേ ഉള്ളൂ, ടി 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 മാത്രമേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ഈവന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഈവന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്. ഒരു ഹെഡ് മാത്രമുള്ള ഏതൊക്കെയുണ്ട്? ഒരു ഹെഡ് മാത്രമുള്ളത് എച്ച് ടി 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 ഉണ്ട്, ടി എച്ച് ടി ഉണ്ട്, പിന്നെ ടി ടി എച്ച് ഉണ്ട്. അങ്ങനെയാണുള്ളത്. അപ്പൊ എച്ച് ടി ടി ഉണ്ട്, ടി എച്ച് ടി ഉണ്ട്, ടി ടി എച്ച് ഉണ്ട്. അതാണ് ഒരു ഹെഡ് മാത്രം. എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്, എക്സാക്ട്ലി 1 ഹെഡ്. ഇനി സി എന്ന് പറഞ്ഞ വേറൊരു ഇവന്റ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയർ. മിനിമം 2 ഹെഡ് എങ്കിലും വരണം. മിനിമം 2 ഹെഡ് എങ്കിലും വരുന്നത് നമ്മൾ സാമ്പിൾ സ്പേസിൽ നോക്കി എഴുതണം. എച്ച് എസ് ടി ഉണ്ട്, എച്ച് എസ് ടി ഉണ്ട്, എച്ച് ടി എച്ച്, ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 2 ഹെഡ് ഉണ്ട്. 3 ഹെഡ് ഉള്ളത് എഴുതണം. കാരണം മിനിമം 2 ഹെഡ് എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അപ്പൊ 2ൽ കൂടിയ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് 2 വേണം. 2ൽ കൂടിയ കുഴപ്പമില്ല. അപ്പം 3 ഹെഡ് ഉള്ളത് നമ്മൾ ഇവിടെ എഴുതേണ്ടി വരും. അതാണ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയർ എന്ന് പറയുന്നത്. അപ്പൊ 3നെ നമ്മൾ എ ബി സി എന്ന പേര് കൊടുത്ത് 3 സെറ്റായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും പോവാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഡു ദേ ഫോം എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവന്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എക്സോസ്റ്റീവ് ആണോ എന്ന് നോക്കണം. എക്സോസ്റ്റീവ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എ യൂണിയൻ ബി യൂണിയൻ സി എടുത്താൽ മതി. എ യൂണിയൻ ബി യൂണിയൻ സി. യൂണിയൻ എടുക്കാൻ നമുക്കറിയാം, എല്ലാ എലമെന്റും ചേർത്തങ്ങ് എഴുതുക. ആവർത്തിച്ച് വരുന്നത് ഒരിക്കൽ എഴുതിയാൽ മതി. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ സാമ്പിൾ സ്പേസ് എഴുതിയില്ലേ, അത് തന്നെ കിട്ടും. സാമ്പിൾ സ്പേസ് തന്നെ കിട്ടും. ടി ടി ടി, എച്ച് ടി ടി എല്ലാം എഴുതി കഴിയുമ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എടുക്കുമ്പോൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം എ ബി സി ആർ എക്സോസ്റ്റീവ് ഈവന്റ്സ് എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോക്കുക. ഓരോ സെറ്റ് ആയിട്ട് എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി എടുത്ത് നോക്കണം. രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്ത് നോക്കുക. ഇതിലും ഇതിലും ഇന്റർസെക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് 5 എന്ന് പറയാം. നൾ സെറ്റ്. അപ്പൊ അതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം, എയും ബിയും. ഇനി അടുത്ത് എയും സിയും എടുത്ത് നോക്കുക. എയും സി എടുത്ത് നോക്കുമ്പോൾ അവിടെ ഇതിലും രണ്ടിലും ഈ 2 സെറ്റിൽ ഇന്റർസെക്ഷൻ കോമൺ എലമെന്റ്സ് ഒന്നുമില്ല, അവിടെ നൾ സെറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. ഏതൊക്കെ? എയും സിയും. ഇനി അടുത്ത് ബിയും സിയും നോക്കുക. ബിയും സിയും നോക്കുമ്പോഴും 2 സെറ്റ്, ഈ 2 സെറ്റിലും കോമൺ ആയിട്ടൊന്നുമില്ല, നൾ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ എയും ബിയും, എയും സിയും, ബിയും സിയും ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് എ ബി സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ അവസാനം എഴുതണം, ഹെൻസ് എ ബി സി ഫോം സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവന്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഇനി ഡെഫിനിഷൻ നോക്കുക. ഇഫ് A and B any 2 events then probability of A or B. നമ്മൾ A or B പഠിച്ചു കഴിഞ്ഞു. A or B എന്ന് പറഞ്ഞാൽ probability A plus probability B minus probability A and B. അതായത് ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, ഓർ വരുമ്പോൾ യൂണിയൻ ഉപയോഗിക്കുക. ഇതേ ഫോമിൽ നമ്മൾ സെറ്റ് തിയറിയിൽ ഇങ്ങനെ പഠിച്ചു, n of A union B equal to n of A plus n of B minus n of A intersection B എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്നിന് വരെ പ്രോബബിലിറ്റി ആണ് കൊടുക്കുന്നത്.
പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ, ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇനി എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്ത് പറ്റും? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇന്റർസെക്ഷൻ അൾസെറ്റ് ആയി പോകും. അപ്പൊ ഈ ഫോർമുലയിൽ ഇത് മാത്രം ഒഴിവാക്കുക, ബാക്കി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മാത്രമേ വരുള്ളൂ. അത് സെറ്റിലും പഠിച്ചു. ഡിസ്ജോയിന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ അൾസെറ്റ് ആയി പോകും. പി ഓഫ് എ പ്ലസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മാത്രമേ വരുള്ളൂ. ഇതിവിടെ ഉണ്ട്. ഇനി പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും. നോട്ട് നമ്മൾ പറഞ്ഞു, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. സെറ്റ് തിയറിയിലെ കോംപ്ലിമെന്റ് ആണ് നമ്മളിവിടെ നോട്ട് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു. 1 മൈനസ് അവിടെ എസ് മൈനസ് എ എന്നാണ് ഡെഫിനിഷൻ പഠിച്ചത്, എസ് മൈനസ് എ. ഇനി പ്രോബിലിറ്റിയിൽ പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഫുൾ എടുക്കുക, അപ്പൊ അത് 1 ആണ്. പിന്നെ പ്രോബിലിറ്റി ഓഫ് എ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം. 1 മൈനസ് പി ഓഫ് എ. 1 ആണ് ടോട്ടൽ പ്രോബിലിറ്റി. 1 നിന്ന് പി ഓഫ് എ മൈനസ് ചെയ്താൽ അതിന്റെ കോംപ്ലിമെന്റ് കിട്ടും. യു മൈനസ് എ ഡെഫിനിഷൻ തന്നെയാണ്. എസിന്റെ പ്രോബിലിറ്റി 1 ആണ്, പിന്നെ എയുടെ പ്രോബിലിറ്റി പി ഓഫ് എ. A and B are even such that ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ എന്ന് പറയുന്നത് 0.42. പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ്. വായിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ്. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.48. ഫൈൻഡ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈസ് 0.16. ഡിറ്റർമിൻ പ്രോബിലിറ്റി ഓഫ് നോട്ട് എ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ പ്രോബിലിറ്റി എ തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതി. നോട്ട് എ കണ്ടുപിടിക്കണം. നോട്ട് എ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് പി ഓഫ് എ ആണ്. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ കൊടുക്കുക, 0.42 മൈനസ് ചെയ്യുമ്പോൾ 580. നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റിനെയാണ് നോട്ട് എ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് വളരെ ഈസിയാണ്. 1 മൈനസ് പി ഓഫ് എ എടുത്താൽ മതി. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ ഈ എ ആൻഡ് ബി എന്ന് തന്നിരിക്കുന്ന ഇന്റർസെക്ഷൻ വാല്യൂ ആണ്. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ എ ഓർ ബി കണ്ടുപിടിക്കാൻ പറയാം. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിയന്റെ ഫോം നമ്മൾ പഠിച്ചു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതിൽ വാല്യൂസ് എല്ലാം കൊടുക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. വാല്യൂ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.74 എന്ന് കിട്ടും. അതാണ് എ ഓർ ബി അല്ലെങ്കിൽ യൂണിയൻ ബി. വേറെ ക്വസ്റ്റ്യൻ. പി ഓഫ് എ 3/5, പി ഓഫ് ബി 1/5. Find A or B if A and B are mutually exclusive. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതല്ല ആദ്യം നമ്മൾ എഴുതി. പി ഓഫ് എ എഴുതി, പി ഓഫ് ബി എഴുതി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇനി ഇന്റർസെക്ഷൻ 0 ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 വരണം. 5 നൾ സെറ്റ് ആണ്. പ്രോബബിലിറ്റിയിൽ പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5യുടെ പ്രോബബിലിറ്റി 0 ആണ്. ഇമ്പോസിബിൾ ഇവന്റ്. അപ്പൊ എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഫോർമുല എഴുതും. ഫുൾ ഫോർമുല ഇതാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. പക്ഷെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് ഫോർമുലയിൽ ഇന്റർസെക്ഷൻ നമ്മൾ എഴുതണ്ട, അത് 0 ആയി പോകും. നമ്മൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കി 2 വാല്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4/5.
4/5 എന്ന് മാത്രം കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഫോർമുലയിൽ നമുക്ക് ഇത്രയും ഭാഗം ഒഴിവാക്കാം, ഇന്റർസെക്ഷൻ ഒഴിവാക്കാം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഇന്റർസെക്ഷൻ 0. ഇനി 2 events E and F. Probability of E 1/4, probability of 1/2, probability E and F എന്നാണ് ഇന്റർസെക്ഷൻ 1/8, പ്രോബബിലിറ്റി E or F കണ്ടുപിടിക്കാം, യൂണിയൻ കണ്ടുപിടിക്കാം. അപ്പൊ തന്നിരിക്കുന്ന എല്ലാം എടുത്ത് എഴുതുക. E and F എന്ന് പറയുന്നത് ഈ ഇന്റർസെക്ഷൻ F ആണ്, അത് 1/8. E or F എന്ന് പറഞ്ഞ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുല എഴുതുക. ഫോർമുല നമ്മൾ ഡയറക്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി എന്നാണ് പഠിച്ചത്. അവിടെ ഇ എഫ് ആയതുകൊണ്ടാണ് ഇ എഫിൽ എഴുതിയത്. ഇതിന് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 5/8 എന്ന് വരും ആൻസർ. സിംപ്ലിഫൈ ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. E and F are 2 events such that P of E തന്നിട്ടുണ്ട്, P of F തന്നിട്ടുണ്ട്, E and F തന്നിട്ടുണ്ട്. Find probability of not E and not F. Not E and not F. Not E എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെറ്റ് തിയറിയിലെ കോംപ്ലിമെന്റ്. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് നോട്ട് E and not F എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ്. നോട്ട് എന്ന് പറഞ്ഞ കോംപ്ലിമെന്റ് ആണ്, ആൻഡ് എന്ന് പറഞ്ഞ ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മൾ ഒരു ഡി മോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ സെറ്റിൽ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അതേപോലെ തിരിച്ചു. അപ്പൊ നമുക്കിവിടെ ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ആണ്. അത് നമ്മൾ ഈ ഫസ്റ്റ് ഡി മോർഗൻസ് ലോയിൽ ആദ്യത്തെ ഉപയോഗിക്കുമ്പോൾ ഈ യൂണിയൻ എഫ് കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് നമുക്ക് എഴുതും. അത് ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചാണ്. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈക്വലന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ആ ഇന്റർസെക്ഷൻ യൂണിയൻ നമുക്ക് ചേഞ്ച് ചെയ്യാം, പകരം ഹോൾ കോംപ്ലിമെന്റ് വരും. ഇനി കോംപ്ലിമെന്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 - P of A ആണ്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റിസൾട്ട്. ഇവിടെ ഇത് ഫുൾ എ ആയിട്ട് സങ്കല്പിച്ചാൽ 1 - P of A, അതായത് യൂണിയൻ എഫ്. ഈ യൂണിയൻ എഫ്, ഈ യൂണിയൻ എഫ് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുണ്ട്, 5/8 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഈ യൂണിയൻ എഫ് നമ്മൾ അവിടെ തന്നെ കണ്ടുപിടിച്ചു 5/8. അതാണ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 5/8. ഈ 5/8 തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പാർട്ട് 2 ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 5/8 ഡയറക്റ്റ് എഴുതിയത്. അല്ലെങ്കിൽ നമ്മൾ 5/8 കണ്ടുപിടിക്കുക യൂണിയൻ. ആ വാല്യൂസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3/8 എന്ന് വരും ആൻസർ. 3/8. സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് കൂടുതലും. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് അറിയാമെങ്കിൽ പ്രോബബിലിറ്റി വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക്സ്.